ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പം മഴയും പിന്നെ എന്താ പറയുന്നത് കാലവർഷമൊക്കെ ഇപ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട്. കാലവർഷമാണോ ന്യൂനമർദ്ദമാണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും അടിപൊളി മഴയാണ്. എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും പോകേണ്ട കാര്യത്തിനൊക്കെ പോയി പുറത്ത് പോകുന്നവരൊക്കെ നല്ല സേഫായിട്ട് തിരിച്ചു വരിക വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഗ്രീൻ ഹൗസും കുറച്ച് പ്രശ്നങ്ങളും. അതാണ് നമ്മുടെ എന്താ വിഷയം. അപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ. ഞാൻ ആരെയും പിടിച്ചിരുത്തുന്നില്ല. ഇതിൽ എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വിലയേറിയ സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണാൻ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരണമെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിയെടുക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രീൻ ഹൗസിലെ രോഹിത്, പ്രശ്നേഷ് എന്ന് പറഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നില്ല, രോഹിത്. ഈ രോഹിത്താണ് ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് അമ്മയ്ക്കും പെങ്ങൾക്കുമെതിരെ ആദ്യമായിട്ടൊരു അലിഗേഷൻ പറഞ്ഞത്. പുള്ളിയെ പുറത്താക്കി ഇന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇവരാണ് എന്നെ പുറത്താക്കിയത് എന്നുള്ള വീഡിയോ ആയിട്ട് പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിസ്റ്ററേയും അമ്മയും നല്ലപോലെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. സിസ്റ്ററെ നല്ലപോലെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഇദ്ദേഹത്തെ സഹോദരൻ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എനിക്കും സഹോദരന്മാരുണ്ട്, സ്വന്തമായിട്ടും അല്ലാതെയും റിലേറ്റീവ്സായിട്ടും എനിക്ക് ഒത്തിരി സഹോദരന്മാരുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു സഹോദരനാണെങ്കിൽ ഇങ്ങനെ പറയില്ല. ഞാൻ നല്ല എന്താ പറയുന്നത് ധൈര്യപൂർവ്വം തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു സഹോദരനും എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിയെക്കുറിച്ച് ഇങ്ങനെ പറയില്ല. ഇങ്ങനെ പറയാൻ മാത്രം പൊട്ടന്മാരല്ല എൻ്റെ വീട്ടിലുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കും. കുടുംബമാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരമൊരു എന്താ പറയുന്നത് അപവാദം സ്വന്തം പെങ്ങളെക്കുറിച്ച് പറയുന്ന ഒരാൾ എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനാവുന്നത്? എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനാവുന്നത്? എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ബാക്കി എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഞാൻ അടക്കമുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനും ഒരു ഫാമിലി വ്ളോഗറാണ്. എൻ്റെ ഫസ്റ്റ് മുതലുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാനും ഒരു ഫാമിലി വ്ളോഗറാണ്. ഞാനൊരു റിയാക്ഷൻ വ്ളോഗറല്ല, ഞാനൊരു ഫാമിലി വ്ളോഗറാണ്. ഞാൻ അടങ്ങുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സിലെ എല്ലാവരുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി ഗ്രീൻ ഹൗസിലേക്ക് വരാം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് സ്വന്തം പെങ്ങളെ ബ്ലെയിം ചെയ്യുന്നത്? എന്തിനാണ് സ്വന്തം പെങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് എന്താ പറയുന്നത് അപകീർത്തിപ്പെടുത്തുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ പറഞ്ഞു നിർത്താൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഇത്തരം ഒരു വീഡിയോ ഇട്ടിട്ട് പബ്ലിക്കിന് മുമ്പിൽ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ കൊച്ചിനെ നാട്ടിച്ചത്? എന്തിനാണ്? എന്തിൻ്റെ പേരിലായിരുന്നു? ഇനി ആ കൊച്ചിന് ഒരു ഭാവിയുള്ളതല്ലേ? നിങ്ങളൊരു സഹോദരനാണോ? നിങ്ങളൊരു മനുഷ്യനാണോ? സഹോദരൻ എന്നതിലുപരി നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യനായിട്ട് ആർക്കും തോന്നുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യനും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയുടെ ദേഷ്യമുണ്ടാകാം, വൈരാഗ്യമുണ്ടാകാം. പക്ഷേ അതൊരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇടാൻ തക്കവണ്ണം
എന്ത് തെറ്റാണ് അല്ലെങ്കിൽ എന്ത് വൈരാഗ്യമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ സിസ്റ്റർ ഒരു വോയിസ് ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഒരു റിയാക്ഷൻ വ്ളോഗറിന് ഒരു വോയിസ് അയച്ചു കൊടുത്തത്. ഓക്കെ, ആ വോയിസാണ് പിന്നീട് വിവാദമായത്. ആ ഒരു വോയിസ് ആ കുട്ടി കൊടുക്കാൻ ആദ്യത്തെ കാരണം നിങ്ങൾ തന്നെയാണ്. ഇതൊരു സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വലിച്ചിട്ടത് കൊണ്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, നിങ്ങളാണ് അപ്പോൾ ആദ്യം എല്ലാം തുടങ്ങി വെച്ചത്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ആ കുട്ടിയെ ബ്ലെയിം ചെയ്തു. അപ്പോൾ ആ കുട്ടി അതിനുള്ള റിപ്ലൈ ആയിട്ട് വന്നു. അവർക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് ഉള്ളവരിലേക്ക് അവർ അതെത്തിച്ചു. അതിനുശേഷം നിങ്ങൾ വീണ്ടും പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട വിഷയത്തിന് നിങ്ങൾ വീണ്ടും എക്സ്പ്ലനേഷനുമായിട്ട് വന്നു. ഓക്കെ, ആ എക്സ്പ്ലനേഷനിലും നിങ്ങൾ ബാക്കി പറയുന്നുണ്ട്. ആ കുട്ടിയെ വല്ലാതെ അങ്ങ് അപമാനിക്കുന്നുണ്ട് നിങ്ങളൊരു. പിന്നെ ഞാൻ എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരനല്ലേ? നിങ്ങളൊരു സഹോദരനാണോ? നിങ്ങളൊരു സഹോദരനല്ല. നിങ്ങളൊരു സഹോദരനും അല്ല, അതിലുപരി നിങ്ങളൊരു നല്ല മനുഷ്യനും അല്ല. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിനൊരു കുറവ് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ അടക്കമുള്ള ആരും ഒരു അഹങ്കാരത്തിനൊരു കുറവ് ഞങ്ങൾ കണ്ടില്ല. ഓക്കെ, ആദ്യം നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാവാം. ആ തെറ്റ് നിങ്ങൾക്ക് തിരുത്താമായിരുന്നു. പക്ഷെ നിങ്ങൾ വീണ്ടും 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 ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അതിലെല്ലാം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അവരിട്ട ഒരു വീഡിയോയിലും അവരെക്കുറിച്ച് പറഞ്ഞ കുറ്റത്തിനുള്ള റിയാക്ഷൻ അല്ലാതെ, അല്ലെങ്കിൽ അതിനുള്ള മറുപടി അല്ലാതെ വേറൊരു തരത്തിലും നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. എന്തിനാണ് ഈ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇട്ടിട്ട് യൂട്യൂബിലേക്ക് കൊണ്ടുവരുന്നത്? എന്തിൻ്റെ കാര്യമുണ്ട് അതിനൊക്കെ? ഇത് ഇദ്ദേഹത്തിനോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത്, ഫാമിലി വ്ളോഗേഴ്സിനോടാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട്? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ഇന്നൊരു കാര്യം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് വേറെ ആരെങ്കിലും കൈവശം വെക്കും. നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളുടെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്തോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറൊരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, വിത്തൗട്ട് അവർ പെർമിഷൻ. ഓക്കെ, ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നാളെ നമ്മളിത് നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അത് നമുക്ക് തന്നെ പാരയായിട്ട് വേറെ ആരുടെയെങ്കിലും ഒക്കെ ചാനലിലൂടെ പുറത്തു വരും. ഓക്കെ, പിന്നെ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ രോഹിത്തിനോടും അതുപോലെയുള്ള ബാക്കിയുള്ളവരോടും കൂടിയാണ് പറയുന്നത്. ഇനിയെങ്കിലും ഇപ്പോൾ പറഞ്ഞതൊക്കെ പറഞ്ഞു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റില്ല. നിങ്ങൾ ഇനി ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും, നിങ്ങളൊന്നും ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാലും, നാളെ ഒരാൾ ഈ വീഡിയോ പിന്നെയും അപ്ലോഡ് ചെയ്യും, അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പുറത്ത് വരും. ഓക്കെ, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്? എന്ത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ആ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും നാളെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തക്കവണ്ണമുള്ള മറുപടിയായിട്ട് എവിടെയെങ്കിലും ഉണ്ടാകും. ഓക്കെ, ആരെങ്കിലും അതൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. എന്തിനാ വെറുതെ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയില്ലേ? നാളെ ഒരിക്കൽ നിങ്ങൾ തമ്മിൽ എന്താ പറയുക സൗഹൃദത്തിലുള്ള സമയത്ത് നാളെ ഒരിക്കൽ നിങ്ങൾ ഒന്നിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവുമായിരിക്കാം. പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സിലുണ്ടാവില്ലേ? അതവിടെ കിടന്നോട്ടെ എന്നാണോ? എങ്കിലൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പിന്നെ സ്വന്തം സഹോദരിയോട് കുറച്ചെങ്കിലും സ്നേഹമോ കരുതലോ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് ഇങ്ങനൊരു അപവാദം പറയില്ലായിരുന്നു. ലോക്കൽ ചാനലിൽ മാത്രമാണ് ഇതൊരു ന്യൂസ് ആയത്. എത്ര വലിയ മീഡിയാസ് ഇതെടുത്തിട്ട് പറഞ്ഞായിരുന്നു. നിങ്ങളതൊക്കെ കേട്ടായിരുന്നു. അറിയാത്തവർ പോലും അറിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിക്കൊരു ജീവിതമുള്ളതല്ലേ? നാളെ ഒരിക്കൽ ആ കുട്ടി ഇതിൻ്റെ പേരിൽ
കണ്ണീര് കുടിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? അതിനു വേണ്ടിയാണോ നിങ്ങൾ ഈ ചെയ്തത്? ഈ ലോകത്തിന് മുന്നിൽ ആ കുട്ടിയെ എന്താ പറയുന്നേ? നിങ്ങളൊരു സഹോദരനാണോ? നിങ്ങളൊരു സഹോദരനാണോ? എനിക്കെതിരെ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്താൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾക്ക് അത്ര അഹങ്കാരമുണ്ട്. ഇപ്പോൾ അതിന് മാത്രം അഹങ്കാരമുണ്ട്. വെറും അഹങ്കാരമാ. അല്ലെങ്കിൽ ഈ ചാടിത്തുള്ളുന്നത് വെറുതെയാ. ആരെങ്കിലും തിരുത്താൻ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളുക. അതാണ് നല്ലൊരു മനുഷ്യൻ്റെ ലക്ഷണം. അല്ലാതെ അയ്യോ എന്നെ ഞാൻ ചെയ്തതിനെ അവരൊക്കെ എടുത്തിട്ട് റിയാക്ഷൻ ഉണ്ടല്ലോ, ഞാൻ എന്നാൽ അതിനേക്കാളും വലിയത് ചെയ്യാം, അങ്ങനെയല്ല. നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് ഒരാളല്ല ഒന്നിലേറെ പേര് നിങ്ങളെടുത്ത് പറഞ്ഞു ചെയ്യല്ലേ, പിന്നെയും നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നെയും ആ കുട്ടിയെ ബ്ലെയിം ചെയ്തുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ, നിങ്ങൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. കേൾക്കുന്ന വേറൊരാൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നം ഒരു പ്രശ്നമല്ല. അവർക്കിതൊരു കഥ മാത്രമാണ്. ഇന്ന് ഈ കഥ, നാളെ വേറെ കഥ. അതാണ് എല്ലാവർക്കും. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ സഹോദരിയാണ്, അമ്മയാണ് അപ്പുറത്തെ വശത്ത് നിൽക്കുന്നത്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി ഒന്ന് പ്രവർത്തിക്കാൻ നോക്കുക. ഇത് ഇദ്ദേഹത്തിനോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ബാക്കി എല്ലാവരോടും കൂടിയാണ് കേട്ടോ. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും എന്താ പറയുന്നത് യൂട്യൂബിൽ ഇടാൻ നിങ്ങൾ ആരെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇടാൻ വേണ്ടി. കാരണം നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് മതിയെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. നാളെ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഇതിൻ്റെ പേരിൽ കിടന്ന് മാനസിക സമ്മർദ്ദത്തിലാകുന്നത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ആരും ഒന്നും പറയുന്നില്ല. ഇതിൽ പൈസ കിട്ടുന്നുണ്ടല്ലോ, അത് മതിയോ? ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. കുറച്ച് ബോധമൊക്കെ വേണം. ആരാണെങ്കിലും, ഞാനാണെങ്കിലും, നമ്മളാണെങ്കിലും, നിങ്ങളാണെങ്കിലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും എല്ലാവരും എന്താ പറയുക ആത്മാഭിമാനമുള്ളവരാണ്. ഓക്കെ, നാളെ നമ്മളുടെ ഈ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന വിധത്തിൽ ഒന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. ഒരു തവണ ചെയ്തു, 2 തവണ ചെയ്തു, അത് നമുക്ക് പറയാം അബദ്ധമാണ്. പക്ഷെ പിന്നെയും അത് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് അബദ്ധം എന്നല്ല പറയുന്നത്, അതിബുദ്ധി എന്നാണ് പറയുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയ ആണ്. കണ്ടിരിക്കാൻ 100 പേരുണ്ടാവും. നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും കണ്ടിരിക്കാൻ 100 പേരുണ്ടാവും. നമ്മളുടെ മറുവശത്ത് ഇപ്പുറത്ത് നമ്മളുടെ കൂടെ നിന്നിട്ട് അപ്പുറം പോയി കുറ്റം പറയുന്നവരാണ് എല്ലാവരും. നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്തല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണെങ്കിൽ ഉൾക്കൊള്ളുക. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ തന്നെ തീർക്കാൻ നോക്കുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് പൈസ മാത്രമാണ് വേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പക്ഷേ അതിനപ്പുറം നിങ്ങളുടെ അഭിമാനമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൊന്നും സ്വന്തം കുടുംബ വിഷയം സംസാരിക്കാതിരിക്കുക, ചർച്ച ചെയ്യാൻ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക. ഈ ഫാമിലി വ്ളോഗേഴ്സിനൊരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ നമ്മളുടെ കൂടെ കണ്ടില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കും, അവരെ എന്തോ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരെ എന്താണ് ഇപ്പോൾ വീഡിയോസിൽ വരാത്തതെന്ന് അവർ ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. അത് നമ്മുടെ വിജയം തന്നെയാണ്. കാരണം നമ്മളെ അവരത്രയും മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമ്മളുടെ ചാനലിലെ ഓരോ അപ്ഡേഷൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഓരോ ചാനലും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അതിനർത്ഥം. പക്ഷേ അതിനുള്ള എക്സ്പ്ലനേഷൻ എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആരെയും ബ്ലെയിം ചെയ്ത് വീഡിയോസ് ഇടാതിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാലോ, നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ താല്പര്യപ്പെടുന്നില്ല. ആരും നമ്മളെ ചോദ്യം ചെയ്യില്ല. അതിനുള്ള റൈറ്റ്സ് ഒന്നും ആർക്കും ഇല്ല. ഞാൻ എടുക്കുമ്പോൾ ഉള്ള വ്യൂവേഴ്സിനും ഇല്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി തന്നെ. 1 തവണ 2 തവണ അവർ ചോദിക്കും, കമൻ്റായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവരാണെങ്കിൽ നേരിട്ട് ചോദിക്കും. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. 1, 2, 3 തവണ ചോദിച്ചിട്ട് മടുക്കുമ്പോൾ അവർ നിർത്തിക്കൊള്ളും, താനേ നിർത്തും. ഓക്കെ, ആരും നമ്മളെ അതിൻ്റെ പേരിൽ ക്രൂശിക്കാനൊന്നും പോകുന്നില്ല. അതാണ് നല്ലത്. കുറച്ച് ദിവസം നമ്മളതിങ്ങനെ ചോദ്യം സഹിക്കേണ്ടി വരും. പക്ഷെ അതിനപ്പുറം നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മേറ്റിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയാൻ ആർക്കും റൈറ്റ്സ് ഇല്ല, ആരും ചോദിക്കുകയില്ല.
അല്ലാതെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ടോ, അയ്യോ അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാതിരിക്കും. അങ്ങനെ കാണാത്തവരാണെങ്കിൽ കാണണ്ടെന്നേ. ഓക്കെ, വ്യൂവേഴ്സാണ്, അവർക്കത് അറിയാനുള്ള താല്പര്യം ഉണ്ടാകും. 1, 2, 3, 4, 10 തവണ അവർ ചോദിച്ചെന്നിരിക്കും. പക്ഷേ അത് പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ നല്ലത് മാത്രം അവരിലേക്ക് എത്തിക്കുക. എന്തിനാണ് പറയുന്നത് നമ്മുടെ കുടുംബക്കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വ്യൂവേഴ്സ് നമ്മളുടെ ഒരു ഇഷ്ടം കൊണ്ടാണ് ചോദിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാതിരിക്കുക. നല്ലവരായ എല്ലാ വ്യൂവേഴ്സിനും അത് മനസ്സിലാവും. പിന്നെ കുറച്ച് പേരുണ്ടാകും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലടോ, ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ആരും തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല ഗോപു എവിടെയോ ഞാൻ കേട്ട ഡയലോഗാണ് കേട്ടോ. അതുപോലെ തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല. ഞാൻ അടക്കമുള്ള നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവാം, ഇനിയും പറ്റാം. പക്ഷേ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കുക. അബദ്ധവശാൽ ചെയ്യുന്നതാണ് തെറ്റ്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരിക്കലും തെറ്റല്ല. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള സബ്ജക്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടാതിരിക്കുക, വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരും അതിന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയെങ്കിലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വ്യൂവേഴ്സ് 4 പേരുണ്ടാകും കാണാൻ. 4 പേരല്ല, ഒരു 1,00,000 പേരല്ല, അതിനപ്പുറം ഉണ്ടാകും കാണാൻ. പക്ഷേ ഈ കണ്ടവരാരും അവരുടെ വിഷമത്തിന് വേണ്ടിയല്ല, നമ്മുടെ വിഷമത്തിൽ പങ്കുചേരാൻ വേണ്ടി അല്ലായിരിക്കും കാണുന്നത്. അതിലോ 1, 2, 3 പേരുണ്ടാകും. പക്ഷേ ഈ കാണുന്നവരെല്ലാം അങ്ങനെയുള്ളതല്ല. അവർക്ക് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാതെ സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ അത് നമുക്കൊരു പ്രശ്നമുള്ളൂ. ആരാൻ്റെ അമ്മയാകുമ്പോൾ നമ്മുടെ അമ്മയല്ലല്ലോ. ഓക്കെ, ആ ഒരു സെൻസിലെടുത്തിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, കാലങ്ങളോളം അവിടെ കിടക്കും. നമ്മളുടെ മക്കൾ, അവരുടെ മക്കൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അനുഭവിക്കേണ്ടി വരും. അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണ്, പലരുടെയും ജീവിതം കണ്ട് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാൻ പഠിക്കടോ, മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കുക. അതല്ലേ വേണ്ടത്. നല്ലതിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. പിന്നെ എനിക്ക് ഇതിൻ്റെ പേരിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല. എൻ്റെ 2-3 വീഡിയോസിൻ്റെ എനിക്കധികം കമൻറ്റ് വരാറില്ല. നല്ല വ്യൂവേഴ്സും മീൻസ് വ്യൂവേഴ്സും അത്രയില്ല കേട്ടോ. കാരണം നമ്മളൊന്നും പറയുന്നത് കേൾക്കാൻ ആരുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 2-3 റിയാക്ഷൻ വീഡിയോസ് ഇട്ട സമയത്ത് എനിക്ക് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. കേട്ടാൽ പോലെ നമുക്ക് എന്താണ് ആൾക്കാർ ഇങ്ങനെയെന്ന് തോന്നിപ്പോകും. ഞാൻ അതിന് മറുപടി കൊടുക്കാൻ, ചിലതിനൊക്കെ ഞാൻ മറുപടി നല്ല കമൻസിന്, അതായത് എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുക്കാറുണ്ട്. അല്ലാത്തവരോട് ഞാനൊന്നും മിണ്ടാറില്ല. കാരണം അവരത് പറഞ്ഞിട്ടിരിക്കട്ടെ, അവർക്ക് സന്തോഷമാണ് കിട്ടുന്നതെങ്കിൽ ആയിക്കോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. എൻ്റെ ദേഹത്ത് തട്ടുന്നില്ലല്ലോ. ഓക്കെ, ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലടോ, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കാതിലേക്ക് എത്തിച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കുക. എന്തിന് നമ്മൾ വെറുതെ അവരെ സന്തോഷിപ്പിക്കുന്നത്? നമുക്ക് മാത്രമാണ് അത് സങ്കടം, മറ്റുള്ളവർക്ക് അതൊരു കഥ മാത്രമാണ്. എവിടെയോ പറഞ്ഞാൽ കേട്ട വാക്കുകളാണ് കേട്ടോ ഇത്. നമ്മുടെ സങ്കടം നമുക്ക് മാത്രമുള്ളതാണ്. അതായത് നമുക്ക് മാത്രമേ ആ സങ്കടം ഉള്ളൂ. അതിൽ മറ്റുള്ളവർക്ക് അതൊരു സങ്കടമല്ല, ഒരു കഥ, ആരോ പറയുന്ന ഒരു കഥ, അത്രയേ ഉള്ളൂ. അല്ലാത്തവരും ഉണ്ടാകാം. അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും. അവർ നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ലതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക. രോഹിത്തെ, താങ്കളോട് ഞാനൊരു കാര്യം പറയാം. താങ്കൾ ചെയ്ത് വളരെ വളരെ തെറ്റായിപ്പോയി, വളരെ മോശമായിപ്പോയി. ഓക്കെ, താങ്കളുടെ സിസ്റ്ററാണത് ഈ സൈഡിൽ നിൽക്കുന്നത്. അത് പിന്നെ രോഹിത്തിൻ്റെ വൈഫിനോടും കൂടിയാണ്. നിങ്ങൾക്കെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. ആസ് എ വിമൺ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ കാര്യങ്ങൾ വേറെ ആൾക്കും അറിയില്ല. ഓക്കെ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് എത്രത്തോളം പാടുള്ളൊരു കാര്യമാണെന്ന് ഈ സ്ത്രീകളായ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കെങ്കിലും പറഞ്ഞ് തിരുത്താമായിരുന്നു, പറയണ്ടെന്ന് പറയാറുണ്ട്. പിന്നെയും ഈ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിന് പകരം ആ ഒറ്റ വീഡിയോ നിങ്ങൾക്ക് നിർത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ നിർത്തിയില്ല? നിങ്ങൾക്ക് ക്യാഷ് വേണമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ഈ പറയുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമായിരുന്നു. അതിന് പകരം നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആയിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നിനും എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞു തീർക്കുക. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ
അവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു കണ്ടൻറ്റ് മാത്രമാണിത്. നാളെ നിങ്ങളുടെ ലൈഫാണ്, നാളെ നിങ്ങളുടെ ഫാമിലിയാണ്. ഓക്കെ, ആകെ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. പറഞ്ഞു തീർക്കാൻ നോക്കുക. അല്ലാതെ ഇതുപോലുള്ള വീഡിയോസ് ഇട്ടിട്ട് മറ്റുള്ളവരിലേക്കും കൂടി അത് എത്തിക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഫാമിലി പ്രോബ്ലംസ് ഇടാൻ ഉദ്ദേശിച്ചവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അത് ഇടാതിരിക്കുക. ഇന്ന് നമുക്ക് 1-2 ലക്ഷം രൂപ കിട്ടുമായിരിക്കും, പക്ഷേ ജീവിതകാലം മൊത്തം നമ്മളതിനുള്ള അപമാനം പേറേണ്ടി വരും. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം. പിന്നെ ഞാൻ റിയാക്ഷൻ വ്ളോഗർ അല്ല. ആക്ച്വലി ഞാൻ റിയാക്ഷൻ വ്ളോഗറേ അല്ല, ഞാൻ ഫാമിലി വ്ളോഗറാണ്. അപ്പോൾ ഞാൻ അടക്കമുള്ള ഫാമിലി വ്ളോഗേഴ്സിനോടാണ് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് മാത്രം ഒതുക്കുക. ഓക്കെ, നല്ലത് മാത്രം പ്രേക്ഷകർക്ക് കാണിക്കുക. അവർ ചോദിച്ച് അവർക്ക് തന്നെ മടുക്കുമ്പോൾ അവർ നിർത്തിക്കോളും. ഓക്കെ, അവർ ചോദിക്കും. നമ്മുടെ വ്യൂവേഴ്സാണല്ലോ, നമ്മുടെ ഓരോ ചലനങ്ങളും അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരിലേക്ക് വേണ്ടത് മാത്രം എത്തിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.